2008 ഏപ്രിൽ 18 IPL-ലെ ആദ്യത്തെ മത്സരം RCB-യും കൊൽക്കത്തയും തമ്മിൽ 20 ഓവർ മത്സരത്തിന്റെ പുതിയൊരു തുടക്കത്തിൽ കൊൽക്കത്തയുടെ വക മനോഹരമായ ഇന്നിംഗ്സ് 158 റൺസ് നേടി ബ്രാൻഡൻ മക്കല്ലം RCB ബോളേഴ്സിനെ അടിച്ചു തകർത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ RCB 82 റൺസിന് ഓൾ ഔട്ട് ആകുന്നു. കൊൽക്കത്തയ്ക്ക് 140 റൺസിന്റെ വമ്പൻ വിജയം. ഇവിടെ നിന്നാണ് RCB-യുടെ ആദ്യത്തെ അധ്യായം ആരംഭിക്കുന്നത്. ആ മത്സരശേഷം വർണ്ണമനോഹരമായ ചിന്നസ്വാമി മൈതാനത്തിന്റെ ഗാലറിയിൽ നിന്നും ഓരോ ആരാധകരും എഴുന്നേറ്റ് പറഞ്ഞു, പ്രിയ RCB, നിങ്ങൾ എത്ര പരാജയപ്പെട്ടാലും അപമാനിക്കപ്പെട്ടാലും ഞങ്ങൾ നിങ്ങൾക്കായി ആർപ്പുവിളികളുമായി മൈതാനത്തുണ്ടാകും. എത്ര മനോഹരമായിട്ടാണ് RCB-യെ ആരാധകർ നെഞ്ചിലേറ്റിയത്. അന്ന് ദ്രാവിഡും കാലിസും ബൗച്ചറും സ്റ്റെയിനും അനിക്കുംബ്ലയും സഹീർ ഖാനും തുടങ്ങിയ ഇതിഹാസങ്ങൾ അടങ്ങിയ ആ ടീമിൽ ഒരു 19 വയസ്സുകാരൻ അരങ്ങേറ്റം കുറിച്ചു. ഇന്ന് IPL-ന്റെ 16ാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ 18ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് അയാൾ RCB-ക്കായി കളിക്കളത്തിലുണ്ട്. 16 വർഷങ്ങളിൽ ഓരോ താരങ്ങളും ഓരോ ടീമുകളിലേക്ക് കൂടുമാറ്റം നടത്തിയപ്പോൾ അയാൾ RCB-യിൽ ഉറച്ചു നിന്നു. IPL-ലെ കിരീടത്തിനായി അയാൾ തനിക്ക് കഴിയുന്നതെല്ലാം നൽകി. ഓരോ വർഷവും അയാൾ കപ്പുയർത്തുന്ന സ്വപ്നം കണ്ടു. 2009-ലും 2011-ലും 2016-ലും കിരീടത്തിനടുത്ത് വരെ എത്തിയതാണ്. പക്ഷേ നഷ്ടപ്പെട്ടു പോയി. 2016-ലെ ഹൈദരാബാദുമായിട്ടുള്ള മത്സരം ഇപ്പോഴും ഓർമ്മയുണ്ട്. നിറഞ്ഞു കവിഞ്ഞ ചിന്നസ്വാമി സ്റ്റേഡിയം അന്നൊരു കിരീടം പ്രതീക്ഷിച്ചിരുന്നു. വെറും 8 റൺസിന്റെ പരാജയം. എങ്ങനെ തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് വിശ്വസിക്കാനാവാതെ RCB ആരാധകർ പോലും മുഖം പൊത്തിയിരുന്ന നിമിഷം. റൺവേട്ടക്കാരുടെ പട്ടികയിൽ തങ്ങളുടെ പ്രിയ താരങ്ങളായി കോഹ്ലിയും ഡിവിലിയേഴ്സും മുന്നിൽ നിന്ന സീസൺ. കോഹ്ലി അന്ന് കൊടുത്ത 973 റൺസ് ഇന്നും മറികടക്കാതെ കിടക്കുന്നു. തൊട്ടു മുൻപത്തെ മത്സരത്തിൽ 15 ഓവറിൽ തങ്ങൾ 213 റൺസ് നേടിയതാണ്. എന്നിട്ടും എങ്ങനെ ഫൈനലിൽ പരാജയപ്പെട്ടു? ടൂർണമെന്റിലെ മികച്ച താരം എന്ന സ്ഥാനം കോഹ്ലിയിലേക്ക് നീട്ടുമ്പോഴും അയാൾക്കന്ന് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം രാജാവും തന്റെ അനുയായികളും അന്ന് ആ കിരീടം അർഹിച്ചിരുന്നു. അന്ന് RCB ആരാധകരുടെ ഹൃദയങ്ങളിൽ ചുവന്ന മഴ പെയ്തിരിക്കണം. അന്നത്തെ രാത്രിയെ ഓർത്തവർ തേങ്ങിയിരിക്കണം. ആകാശത്തിന്റെ വർണ്ണമനോഹാരിതയിൽ വിജയത്തിന്റെ മാരിവില്ലുകൾ വിരിയുന്നത് അവർ സ്വപ്നം കണ്ടിരിക്കണം. മത്സരശേഷം കലകിയ കണ്ണുകളോടെ നിൽക്കുന്ന താരങ്ങളോട് അവർ വിളിച്ചു പറഞ്ഞിരിക്കണം, ഇനിയും മത്സരങ്ങൾ കടന്നു വരും, അന്ന് നമ്മൾ പോരാടും. മത്സരത്തിന്റെ പോർക്കളത്തിൽ രാജാവിന് കീഴിൽ അന്നും ഞങ്ങൾ അണിചേരും. വിജയപരാജയങ്ങൾക്കപ്പുറം നിങ്ങൾക്കായി ഞങ്ങൾ ശബ്ദമുയർത്തും. ചിന്നസ്വാമിയിലെ നമ്മുടെ വീട്ടിൽ ഞങ്ങൾ ചുവന്ന പൂന്തോട്ടം ഒരുക്കും. എത്ര മനോഹരമായിട്ടാണ് RCB-യെ ആരാധകർ നെഞ്ചിലേറ്റുന്നത്. IPL-ലെ ഓരോ സീസണിലും അവർ പറയും, ഈ കപ്പ് ഞങ്ങൾക്കുള്ളതാണ്. പരിഹാസങ്ങളെയും അപമാനങ്ങളെയും പുഞ്ചിരിയോടെ അവർ നേരിടും. പക്ഷേ ഒരു ദിവസം തങ്ങൾ കപ്പ് നേടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. RCB കപ്പ് ഉയർത്തുന്ന നിമിഷം എത്ര മനോഹരമായിട്ടായിരിക്കും അവർ അതിനെ ആഘോഷിക്കുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് അവരുടെ കണ്ണുകൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? തങ്ങളുടെ പ്രിയതാരം കപ്പുയർത്തുന്നത് എങ്ങനെയായിരിക്കും അവർ നോക്കി നിൽക്കുക? അന്ന് ചിന്നസ്വാമിയിലെ മൈതാനം ചുവന്നിരിക്കും. രാത്രിയുടെ യാമങ്ങളിലും തെരുവുകൾ ഉണർന്നിരിക്കും. ഇരുട്ടിനെ ഭേദിച്ച് ചുവന്ന മിന്നാമിനുകൾ വെട്ടിത്തിളങ്ങും. അന്ന് വാനിൽ നിന്നും RCB ആരാധകരുടെ ആർപ്പുവിളികൾ പെയ്തിറങ്ങും. പൂക്കളും പൂത്തിരിയുമായി നീലാകാശം അന്ന് വർണ്ണപ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കും. അതെ, എത്ര മനോഹരമായിട്ടായിരിക്കും RCB-യെ അവർ നെഞ്ചിലേറ്റുന്നത്.